Good morning, guys, and once again, welcome back to my YouTube channel, Little Talks with Archana. എന്തെങ്കിലും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കില്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇത് രാവിലെ എണീച്ച് ഇത്രയും നേരം അടുക്കളയിലായിരുന്നു കേട്ടോ. ഇപ്പം പുറത്ത് നല്ല വെയിൽ കണ്ടപ്പോൾ, അതായത് ബാൽക്കണിക്ക് പുറത്ത് നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ വന്നിരിക്കുകയാണ്. മുടിയൊക്കെ എന്തോ കോലത്തിലാണ് ഇരിക്കുന്ന കാര്യം ഞാൻ രാവിലെ എണീച്ച് അവിടെ തന്നെ അടുക്കളയിലേക്ക് പോയതാണ്. അപ്പം ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വെറുതെ എന്തോ ഒരു ആവശ്യത്തിന് റൂമിലേക്ക് വന്നതാണ്, എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് വെയിലൊക്കെ കണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. കാര്യം എൻ്റെ ട്രെയിൻ വന്നിട്ട് 7:45-നാണ്. അപ്പം ട്രെയിൻ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. 10 മിനിറ്റ് മുന്നേ ഇറങ്ങിയാലേ എനിക്ക് ആ ട്രെയിൻ കിട്ടുകയുള്ളൂ. സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് നടക്കാനുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഉൽവേ ജംഗ്ഷൻ വരുന്നത്. കാർക്കോപ്പർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കുള്ള ജംഗ്ഷനാണിത്. ഇത് നമ്മൾ സ്റ്റേഷനിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കവാടമുണ്ട്. കവാടത്തിൻ്റെ മുകളിലായിട്ട് ധന്യവാദ് എന്ന് എഴുതി നിങ്ങൾക്ക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ ബോർഡ് കണ്ടിട്ടില്ലേ, ഓരോ സ്ഥലം കഴിഞ്ഞ് പോകുമ്പം നന്ദി വീണ്ടും വരിക എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും ധന്യവാദ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ഇങ്ങനെ 2 വഴി കാണാം. ഇത് ആക്ച്വലി ബസ് സ്റ്റോപ്പും കൂടെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് AC സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബസ്സുകളും അവൈലബിൾ ആണ്. അപ്പം ഖാർഗോപർ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലായിട്ട് ഖാർഗോപർ റെയിൽവേ സ്റ്റേഷൻ എഴുതിയത് കാണാം. പിന്നെ അതിൻ്റെ ചുറ്റിലും നിറയെ പൊടികളൊക്കെയാണ്. ഈ കാണുന്ന സൈറ്റാണ് അപ്പുവിൻ്റെ സൈറ്റ്. അപ്പു വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. റെയിൽവേ സ്റ്റേഷൻ നിയർ ആയിട്ട് തന്നെയാണ് അവൻ്റെ സൈറ്റ് വരുന്നത്. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ ചുറ്റിലും ഫുള്ള് പൊടിയും മണ്ണും വലിയ കല്ലുകളൊക്കെയാണ്. കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സലേറ്ററിൻ്റെ പണിയും കണ്ടോ നടക്കുന്ന കാണാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതിനോട് അനുബന്ധിച്ചുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എക്സലേറ്ററും കൂടി വരുന്നതായിരിക്കും. സോ നമ്മൾ ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്തി. ആക്ച്വലി പ്ലാറ്റ്ഫോം 2-ലാണ് എല്ലാ ട്രെയിൻസും വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ നോക്കിയാൽ നമുക്ക് പോകുന്ന ഡെസ്റ്റിനേഷനും ടൈമും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അത് ഓരോ ടൈമിംഗ് അനുസരിച്ച് ഓട്ടോമേറ്റഡ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പ്ലാറ്റ്ഫോം 2-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 2-ലെത്തി. ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനും പ്ലാറ്റ്ഫോം 2-ലാണ് വരിക. 1-ൽ അങ്ങനെ അധികം വരാറില്ല ട്രെയിനൊക്കെ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ഖാർഗോപർ റെയിൽവേ സ്റ്റേഷൻ. ഞാനൊരു ഏകദേശം 7:45 ആവുന്ന സമയത്ത് ഇവിടെ എത്താൻ നോക്കാറുണ്ട് കേട്ടോ. കാര്യം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിൻ ലേറ്റായിട്ടേ കിട്ടുള്ളൂ നമുക്ക്. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ആ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾപ്പിക്കേണ്ടിയിട്ടാണ് ആ ടൈമിൽ വോയിസ് ഓവർ ചെയ്യാതിരുന്നത്. നമ്മുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അനൗൺസ് ചെയ്യുക, അതിൻ്റെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രസമാണ് പറയണത് കേൾക്കാനായിട്ട്. കാര്യം എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള അനൗൺസ്മെൻറ്റൊക്കെ പോലെ എനിക്ക് തോന്നും. അപ്പം ഇവിടെ ഹിന്ദിയിലാണ് അവർ പറയുക, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ അത്ര അധികം തിരക്കുണ്ടാവില്ല. വൈകുന്നേരമാണ് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഭയങ്കര അടിയൊക്കെ ആയിരിക്കും, അടിയും ബഹളമൊക്കെ. അപ്പോൾ രാവിലെ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും. ഇരിക്കണേ ഇരിക്കാം, നിൽക്കണേ നിൽക്കാം. ഇവിടെ നമ്മുടെ ഖാർഗോപർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ബാമൺ ഡോഗ്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ കയറുന്നതും പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇറങ്ങുന്നതും അവിടെയാണ്. അപ്പോൾ ബാമൺ ഡോഗ്രിയിലാണ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതും. അപ്പം ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പം ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഇത് നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ഖാർഗോപർ ടു ബെലാപ്പൂർ പോകുന്ന വഴിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യൂ കാണാനായിട്ട്. കാര്യം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ ഒരു വ്യൂ രാവിലെ വരുന്ന സമയത്ത് അധികം ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണാം. കാര്യം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വ്യൂ കാണാനൊക്കെ ആയിട്ട്. അപ്പം നമ്മളത് ബെലാപ്പൂർ എത്താറായിട്ടുണ്ട്. ഖാർഗോപർ ടു ബെലാപ്പൂരാണ് നമ്മുടെ ഫസ്റ്റത്തെ ട്രെയിൻ ട്രാവൽ വരുന്നത്. ഞാൻ ബെലാപ്പൂർ അവിടെ ഇറങ്ങിയിട്ട് ലേഡീസിൻ്റെ കോച്ച് ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. രാവിലെ ആണെങ്കിലും വൈകുന്നേരം പിന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. കാര്യം അപ്പം തന്നെ ട്രെയിൻ എനിക്ക് പെട്ടെന്ന് കിട്ടും.
രാവിലെ പിന്നെ ഒരു 19 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാലാണ് എനിക്ക് താനേലേക്കുള്ള ട്രെയിൻ കിട്ടുക. ബെലാപ്പൂർ ടു താനെ ലൈനിലാണ് ഞാൻ പോകുന്നത്. സോ 8:19 എൻ്റെ ട്രെയിൻ. ഞാൻ 8:01 ആകുമ്പോഴത്തേക്ക് എത്തും. ചില സമയത്ത് ഞാൻ 7:59 58 ആകുമ്പോൾ എത്തും. ആ സമയത്ത് ഞാൻ വരുവാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് താനേലേക്കുള്ള ട്രെയിൻ കിട്ടും. 8 മണിക്കാണ് വരുന്നതെങ്കിൽ ഞാൻ അധികവും 7:19 പോവാം. ഇത് ഞാൻ കമ്പനിയിലെത്തിയതിന് ശേഷം ഞാൻ 1-2 ചെറിയ കുട്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. കാര്യം ഇവിടെ ആക്ച്വലി ഫോൺ അലൗഡ് അല്ല. എങ്ങാനും MD കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പണി തെറിക്കും. ബിക്കോസ് ഇവിടെ ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ് ഉള്ളിൽ. നമുക്ക് ലഞ്ച് ബ്രേക്കിനും പിന്നെ അതുപോലെ ടീ ടൈം ഉണ്ട്, ഇൻ്റർവെൽ. ആ ടൈമിൽ മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് എവിടേക്കോ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എങ്ങനെയൊക്കെയോ. സോ ഇത് ഞാൻ ആക്ച്വലി മോയ്സ്ചർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. എനിക്കിവിടെ റോ മെറ്റീരിയലിൻ്റെ അനാലിസിസ് ആണ് മെയിനായിട്ട് വരുന്ന ടെസ്റ്റ്. മോയ്സ്ചറൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടാകും. ഒരുപാട് സാമ്പിൾസ് ഉണ്ടാവും എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. കുറച്ചൊന്നുമല്ല, ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ 4-5 സാമ്പിളേ ഉള്ളതെങ്കിൽ ഇവിടെ 40-50 സാമ്പിളൊക്കെയാണ് എനിക്ക് വരിക. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണം. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് വെറും ലൈറ്റ്, പക്ഷേ ഒരുപാട് സാമ്പിൾസ് വരും. ആക്ച്വലി എനിക്ക് ടെസ്റ്റിങ് മാത്രമല്ല ഡോക്യുമെൻറ്റേഷൻ വർക്ക്സും വരുന്നുണ്ട്. സോ കുറച്ച് ഫയൽസ് കൂടി ഉണ്ട് ഞാൻ അപ് ടു ഡേറ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അത് അത്ര അധികമില്ല, കുറച്ച് ഫയൽസേ ഉള്ളൂ. അപ്പം ഫയൽ വർക്ക്സും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു കൊളീഗ് കൂടെ ഉണ്ട്. പുള്ളി മറാത്തിക്കാരനാണ്. ഐ മീൻ ഇവിടെയുള്ള താനയിൽ ഉള്ള ആളാണ്. സോ പുള്ളിക്ക് മലയാളമൊന്നും അറിയില്ല. അങ്ങനെ സോ ഇവർ പറയണ മറാത്തി ഭാഷ എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയണ മലയാളം അവർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണ് നമ്മൾ. അപ്പം ഇത് കൂടാതെ എനിക്ക് വേറെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ ഇത് മാത്രമേ കാണിക്കുള്ളൂ, നിങ്ങളെ വേറെ കാര്യമായിട്ടൊന്നും കാണിക്കില്ല. ഇതിപ്പം സാമ്പിൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുക കാണിക്കേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ കണ്ട് ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, എന്തോ പോയി അണ്ണാനെപ്പോലെയോ ഞാനിവിടെ ഇരിക്കുകയാണ്. കാര്യം അത്ര അധികം സാമ്പിൾസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയ സമയത്ത് നമുക്ക് 1 o'clock ഇവിടെ ലഞ്ച് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ആൻഡ് മുട്ട, പിന്നെ ഈ കാണുന്നത് ഐ തിങ്ക് വെണ്ടയ്ക്കയും തക്കാളി കറിയാണെന്ന്. വെണ്ടയ്ക്കയും തക്കാളി കറി. അപ്പം ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. കാര്യം ഇവിടെ നമ്മൾ താഴെ ആക്ച്വലി അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ലാബ് വരുന്നത്. ലാബിൽ എൻ്റെ കമ്പനിയിലത്തെ ഒരു സാറും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗും ഉണ്ട്. അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. സോ അവിടെ സ്ഥലം ഉണ്ടാവില്ല ഫുഡ് കഴിക്കാനായിട്ട്. സോ ഞാൻ മുകളിൽ വന്നിട്ട് ഫുഡ് കഴിക്കും. ഇവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നിലത്തിരിക്കാൻ കേട്ടോ. അവർ മുകളിൽ കയറിയിരിക്കില്ല. കാര്യം ഇവർക്ക് നിലത്തിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. സോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എന്തൊക്കെയോ കോപ്രായത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ നോക്കും. അപ്പോൾ അതാണ് ഞാൻ അവരെ നോക്കി ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കുമല്ലോ. കാര്യം വീഡിയോ അവർ കാണുന്നില്ല. അവർ കാണാതെയാണ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ചോറൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കും ഇവിടെ. കാര്യം ഒരു അരമണിക്കൂറുണ്ടല്ലോ. അപ്പം 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഫുഡ് കഴിയും. പിന്നെ ബാക്കി 15 മിനിറ്റ് ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ഫോണിലൊക്കെ നോക്കി ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് ഇരിക്കുകയാണ് യൂഷ്വലി പതിവ്. സോ നമ്മുടെ ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഐ മീൻ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം കേട്ടോ. ഞാൻ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ കുറച്ച് വീഡിയോ എടുത്തു. അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ എൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള പ്രൊഫസർ ഞാൻ അങ്ങനെ കുറേ കാലമായി സെൽഫി എടുത്തിട്ടുണ്ടാവും. മേ ബി അങ്ങനെ എടുക്കാറില്ല ഞാൻ. കാര്യം എനിക്ക് ഒന്നാമത്തെ സമയം കിട്ടാറില്ല, പിന്നെ രണ്ടാമത് മൂഡും ഉണ്ടാവാറില്ല ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഇന്നിപ്പോൾ എന്താണാവോ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 7:45 എൻ്റെ റൂമിലെത്തി. തിരിച്ച് വരുന്ന ട്രെയിനിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. സെയിം കാര്യങ്ങൾ തന്നെ, രാവിലെ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. തിരിച്ച് സ്ഥലത്തിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ലൈനൊക്കെ വരുന്ന സെയിം ലൈനാണ്, അതായത് ട്രെയിൻ വരുന്ന ലൈനൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ബർബോണും ഒരു മാഗിയും ഒരു യിപ്പിയും വാങ്ങി. ഇതൊന്നും അത്ര നല്ലതല്ല, ഡിസ്ക്ലെയിമറാണ്. ഇതൊന്നും കഴിക്കരുത് നിങ്ങൾ, ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല. പക്ഷേ എനിക്ക് ആഗ്രഹം മൂത്തപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹവും ഇഷ്ടവും കൊതിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ബർബോണിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി. അത് കഴിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തത് എനിക്ക് എൻ്റെ അറിയില്ല. ഞാനൊരു വീഡിയോ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ചിൽ ചെയ്തിരിക്കുകയാണ്. കുളിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് കുളിക്കാൻ പോകണം. വന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ കുളിക്കുകയുള്ളൂ. കാര്യം ഇപ്പോൾ ഇവിടെ